പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടുംബങ്ങളിലും വ്യക്തിപരമായ ജീവിതങ്ങളിലും ഒരുപാട് നാളുകളായി കണ്ണുനീരും വേദനയായിരിക്കുന്ന എല്ലാ തകർച്ചകളിലേക്കും കർത്താവിൻ്റെ അത്ഭുത ശക്തി നിറയട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. ഒരമ്മച്ചി ഇതേപോലെ കണ്ണുനീരിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ കർത്താവ് ഇടപെട്ടു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അമ്മച്ചിയുടെ പേരെന്താ? പേര് മേരി ബേസിൽ. ആ, മേരി ചേച്ചി എവിടെന്നാ? വീട് എവിടെയാ? ഇടവക ഏതാ? പോണേക്കര. ഞാൻ ജനിച്ചു വളർന്നത് ഖത്തർക്കടവിൽ. ആ, ഖത്തർക്കടവിലെ ചേച്ചിയാണത്. ആ, എനിക്ക് ഞാൻ വലിവുണ്ട്. ഒരു ദിവസം പോലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതേ സമയത്ത് അഭിഷേകാഗ്നി ഞാൻ കാലം തുടങ്ങി കാണുകയാണ്. ഇപ്പം എനിക്ക് 4 വർഷമായിട്ട് വലിവില്ല. ഓർമ്മ വെച്ച നാള് തൊട്ട് വലിവ് അലട്ടിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടിച്ചിരുന്ന സഹോദരിയാണ് ഈ മേരി. ഇപ്പം എത്ര വയസ്സെത്രയായി? 63 വയസ്സായി. 63 വയസ്സായി. അപ്പോൾ ഇതിനിടയിൽ ഈ രോഗം ചികിത്സിച്ച് പലവിധം മാറ്റാൻ നോക്കിയിട്ട് മാറിയില്ല. ഈ രോഗം വരുമ്പോൾ എന്താ കുഴപ്പം? ഭയങ്കര വലിവായിരിക്കും. 4 ദിവസം 5 ദിവസം ഒന്നും ഒട്ടും ഉറങ്ങാൻ പറ്റാതെ ഇരിക്കും. വലിവ് വന്നാൽ പിന്നെ 4 ദിവസം 5 ദിവസം ഉറങ്ങാൻ പറ്റില്ല. രാത്രിക്ക് ഇങ്ങനെ വലിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഒറ്റ ദിവസം എനിക്ക് വലിവില്ലാതെയും ഗുളിക കഴിക്കാതെയും ഞാൻ ഇരുന്നിട്ടില്ല എൻ്റെ ഓർമ്മയിൽ. ഓർമ്മ വെച്ച നാള് തൊട്ട് അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി ഷാലോം ചാനലിൽ കണ്ടു. തുടക്കം തൊട്ട് അമ്മച്ചിക്ക് അഭിഷേകാഗ്നി പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമായി. ഈ അഭിഷേകത്തിന്റെ സമയത്ത് എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അല്ലേ? അപ്പം അതിനകത്ത് ഓരോ ആളുകൾ സാക്ഷ്യം പറയുമ്പോൾ വിശ്വാസമായി.
അല്ലേ? എന്നിട്ട് എൻ്റെ വലിവ് മാറുമെന്ന് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച്. അപ്പം എങ്ങനെയായി? മാറിപ്പോയി. ഇവിടെ വന്ന് ഞാൻ അച്ഛൻ ഒരു ദിവസം രോഗശാന്തി പ്രാർത്ഥനയിൽ അച്ഛൻ എൻ്റെ കൈ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ ഈ മറൈൻ ഡ്രൈവില്. അതെ. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചു പോയപ്പോഴും പോയി കഴിഞ്ഞിട്ട് എൻ്റെ കൈ, അച്ഛൻ്റെ കൈ എൻ്റെ തലയിൽ ഇരിക്കുന്നത് പോലെ തോന്നി. ദൈവമേ, അച്ഛനും തൊട്ട് വേഗം പോയി. പക്ഷെ ഈശോയ്ക്ക് മേരി ചേച്ചിയോട് വലിയ കരുണയുണ്ടായി. ആ കൈ കുറേ നേരം അവിടെ എടുത്ത് വെച്ച് ഞാനങ്ങോട്ട് പോയി. ഒരു കൈ തലയിൽ കുറേ നേരം ഇരിക്കണ മാതിരി അനുഭവം ഉണ്ടായി അല്ലേ? പ്രൈസ് ദി ലോർഡ്. പിന്നെ രോഗമില്ല. 4 വർഷമായി എനിക്ക് ഈ വലിവില്ല. പിന്നെ അതിനുശേഷം രോഗമില്ല. 4 വർഷമായി മരുന്നും വേണ്ട, രോഗമില്ല, സുഖമായിട്ട് ഉറങ്ങാം. ആസ്മയോ വലിവോ ഓർമ്മ വെച്ച നാൾ തൊട്ട് ഈ അമ്മച്ചീനെ അലട്ടിയിരുന്നതാണ്, മാറി അങ്ങോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ആരിലും ആരാധനീ രാജാതിരാജാവുന്നേ, ആരിലും ആരാധനീ രാജാതിരാജാവുന്നേ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ, പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് വളരെ തീഷ്ണതയോടും വിശ്വാസത്തോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ഹൃദയം ദൈവത്തിങ്കിൽ അർപ്പിച്ച് വിശ്വാസത്തോടെ എല്ലാ ദൈവമക്കളും ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, മഹത്വത്തിൻ്റെ രാജാവേ, കൃപയാൽ രക്ഷിക്കുന്നവനെ, കരുണ തോന്നി കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നവനെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഓ കർത്താവേ, അങ്ങയുടെ കരുണാർദ്രമായ സ്പർശനങ്ങൾ ഇപ്പോൾ നൽകണമേ. വിദ്യാർത്ഥിനികൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വലിവ് രോഗനിമിത്തം കണ്ണുനീരൊഴുക്കുന്ന മക്കളെ ഇപ്പോൾ പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവേ. ആസ്മ രോഗം, വലിവ്, ശ്വാസം മുട്ടൽ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, അന്നനാളത്തിലുള്ള രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ഇങ്ങനെ നിരവധിയായ വ്യാധികളാലും രോഗപീഠകളാലും അലയുന്ന മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് എൻ്റെ യേശു എന്നെ സുഖപ്പെടുത്തണം. വലിയ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന രോഗികളായ മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ, ഇപ്പോൾ അവിടുന്ന് സുഖപ്പെടുത്തണമേ കർത്താവേ, ഇപ്പോൾ അവിടുന്ന് ഇടപെടണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി മക്കൾ രോഗാവസ്ഥകൾ എല്ലാവരും ഉറക്കെ സ്തുതിക്കുന്നു. ഈ സമയം രോഗികളുടെ അരികിൽ നിൽക്കുന്നവർ ആ രോഗികളുടെ മേൽ കൈകൾ വെച്ച് സൗഖ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവിൻ right now Lord Jesus heal everybody oh Lord. Hallelujah, hallelujah, hallelujah. യേശുവിൻ തിരുനാമത്തിൽ, യേശുവിന്റെ അത്ഭുത നാമത്തിൽ ഈ സമൂഹം വിടുതലും സൗഖ്യവും സംഭവിക്കട്ടെ കർത്താവേ. രോഗികൾ രോഗക്കിടക്ക വിട്ട് ചാടി എഴുന്നേൽക്കട്ടെ. കർത്താവേ, 2 കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, അരൂപിയെ നിറയണമേ. കൈകൾ ഉയർത്തി ഒരുമിച്ച് സ്ത്രീഹന്മാരിൽ നിറഞ്ഞപ്പോ പരിശുദ്ധാത്മാവേ
പരിശുദ്ധാത്മാവേ, നയിക്കണേ. പരിശുദ്ധാത്മാവേ, ശക്തിയെ നയിക്കണേ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം തിരുലിഖിതം. കർത്താവേ, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതങ്ങളിൽ നിന്ന് അയക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അങ്ങയുടെ ഹിതം ഭൂവാസികളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ജ്ഞാനം നൽകി ഞങ്ങളുടെ അന്തരംഗത്തെ പ്രകാശിപ്പിക്കണമേ. കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശു ക്രിസ്തുവിനെ എനിക്ക് ആവശ്യമുണ്ട്. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യത്തിന്റെ ഫസ്റ്റ് പാർട്ട്, ആദ്യ ഭാഗം. മർക്കോസ് 2:17a. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. പ്രൈസ് ദ ലോർഡ്. Praise the Lord. വൈദ്യനെ കൊണ്ട് ആവശ്യം ഉണ്ട്. രോഗമുണ്ടാകുമ്പോൾ, രോഗിയായിരിക്കുമ്പോൾ. ഇതുപോലെ തന്നെ യേശു പറയുകയാണ്, എന്നെ കൊണ്ട് ആവശ്യമുള്ള ആളുകളുണ്ട്. കുറേ ആളുകളുണ്ട് തർക്കിക്കാനും കുറ്റം കണ്ടുപിടിക്കാനും നടക്കുന്നവർ. എന്നാൽ വലിയൊരു ജനാവലി യേശുവിൻ്റെ വചനം കേൾക്കാനും ആ വചനത്തിൽ കൃപ സ്വീകരിച്ച് നിത്യരക്ഷ പ്രാപിക്കാനും അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന രംഗങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന വചനം എൻ്റെ മനസ്സിൽ ആദ്യം കേട്ട നാളുകളിൽ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കർത്താവ് സഹായിച്ച ഒരു വചനമാണ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ. പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിൽ യേശുവുമായുള്ള ബന്ധം വളർന്ന ആ ഒരു വളർന്നു വരാൻ കാരണമായൊരു ഫാക്ടറിനെ കുറിച്ച് ദൈവജനത്തോട് സംസാരിക്കുകയാണ്. എൻ്റെ യേശുവുമായുള്ള എൻ്റെ ബന്ധം വളർന്നത് ഞാൻ എൻ്റെ പാപകരമായ അവസ്ഥയെ അറിഞ്ഞത് മുതലാണ് എന്ന് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് എന്ത് ചെയ്താൽ ഈ വചനഭാഗം മനസ്സിലാകാതിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം എനിക്ക് നൽകിയ ഒരു വചനഭാഗമുണ്ട്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായം, അതിൽ 31 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഒരു ദിവസം ഈശോയും ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈശോ പത്രോസ്ലീഹയുടെ നേരെ നോക്കി ഒരു പ്രഖ്യാപനം അവിടെ നടത്തി. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസ്ലീഹ ഇത് കേട്ടു. ഉടനെ തന്നെ പത്രോസിന്റെ ഉള്ളിൽ തീഷ്ണതയാണ്.
നല്ല ജ്വലനം, സന്തോഷം, യേശുവിനോട് അഭിമാനം. ഒരിക്കലും യേശുവിനെ പിരിഞ്ഞ ജീവിതം പത്രോസ്ലീഹ ചിന്തിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പത്രോസ്ലീഹയുടെ ഉള്ളിരിക്കുക. ഉടനെ പത്രോസ്ലീഹ അതിന് മറുപടി പറയുന്നുണ്ട്. അതാണ് 33-ാമത്തെ തിരുലിഖിതം. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 33-ാമത്തെ തിരുലിഖിതം. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. മരിച്ചാലും ഞാൻ നിന്നെ വിട്ടുപിരിയില്ല. ഒരു ഉറപ്പാണ്. അത് പത്രോസ് പറയുകയും ചെയ്തു. യേശു പത്രോസിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി, കരുണാർദ്രമായൊരു നോട്ടം. എന്നിട്ട് പറഞ്ഞു, അതാണ് 34-ാമത്തെ വാക്യം. അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് കോഴി കൂവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴും പത്രോസ്ലീഹയുടെ മനസ്സിലെ ഉറപ്പിന് കുറവൊന്നുമില്ല. അപ്പോഴും പത്രോസ്ലീഹ പറഞ്ഞു, നോ, അത് ഉറപ്പായിട്ട് ഞാൻ മരിക്കുന്നത്, ഞാൻ മരിച്ചാലും എൻ്റെ ഈശോയെ വിടില്ല എന്നുള്ള ആ ഒരു ഉറപ്പിൽ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ആ രാത്രി യേശുവിനെ അറസ്റ്റ് ചെയ്തു. ആ രാത്രി അവിടെയുള്ള പടയാളികളെല്ലാം യേശുവിനെ നിന്ദിക്കുകയും വളരെ ക്രൂരമായി, വളരെ നിന്ദ്യമായി പെരുമാറുകയും ചെയ്തു. ശിഷ്യന്മാരെല്ലാം പല ഭാഗത്തേക്ക് ചിതറി ഓടിപ്പോയി. അങ്ങനെ യേശുവിനെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരികയാണ്, ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ദൂരത്തുകൂടെ പത്രോസ്ലീഹ അനുഗമിക്കുകയാണ്. അങ്ങനെ ആ മുറ്റത്ത് തീ കൂട്ടി ആ തീക്ക് ചുറ്റും ഇരുന്ന് കാഞ്ഞുകൊണ്ടിരുന്ന ഒരു കൂട്ടത്തിൽ പത്രോസ്ലീഹ കായുന്ന സമയത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ആദ്യം ഒരാൾ വന്നു, നീ ആ നസറായൻ്റെ കൂടെയുള്ളവനല്ലേ ചോദിക്കുന്നുണ്ട്. പത്രോസ് പറഞ്ഞു, നോ, ഞാൻ അറിയില്ല. ഇതാ കുറച്ച് കഴിഞ്ഞാൽ വേറൊരാൾ വന്ന് പറയാണ്, ഇവൻ ഡെഫിനറ്റായിട്ടും ആ നസറായൻ്റെ കൂടെ തന്നെ ഉള്ളവൻ തന്നെ, സംശയമില്ല. അപ്പോഴും പറഞ്ഞു, എനിക്ക് ആ നസറായനെ അറിയില്ല, ആ മനുഷ്യനല്ല ഞാൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ എന്ന് പറഞ്ഞ് നിഷേധിച്ച് ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 60-ാം വാക്യം എത്തുമ്പോൾ ഇതാ നമ്മളൊരു രംഗം കാണുകയാണ്. ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, ഇയാൾ തീർച്ചയായും ആ നസറായൻ്റെ കൂടെ ഉള്ളവൻ തന്നെ, ഇവനൊരു ഗലീലിക്കാരനാണ്. 60-ാമത്തെ വാക്യത്തിൽ പത്രോസിന് മറുപടി പറയുകയാണ്. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയണത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കംപ്ലീറ്റ് ആയിട്ട് ഡിനൈ ചെയ്യാം. ഏത് നസറായൻ, എന്ത് നീ പറയണത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പൂർണ്ണമായും മനസ്സ് അങ്ങോട്ട് നിഷേധിക്കുകയാണ്. ആ സമയത്ത് കോഴി കൂവി. ഇത് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. നോക്കുക, അവൻ അങ്ങനെ നിഷേധിച്ച് ആ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് ഈ സ്വരം കേട്ട് യേശു ആ വിചാരണയ്ക്ക് കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് പത്രോസ്ലീഹയുടെ നേരെ ഒന്ന് നോക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ആ കടാക്ഷം, ആ നോട്ടം പത്രോസിൽ പതിഞ്ഞു. 62-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു. അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു. ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ആ നിമിഷത്തിൽ ദൈവത്തിൻ്റെ പുതിയൊരു ഇടപെടൽ പത്രോസിലേക്ക് ലഭിക്കുന്നത്. അവൻ മനം നൊന്ത്, ഹൃദയം നൊന്ത് അവൻ കരയുകയാണ്. അവൻ്റെ ജീവിതത്തിൽ ഉറപ്പുണ്ടായിരുന്നു, ഞാൻ എന്തായാലും കർത്താവിനെ ഉപേക്ഷിക്കില്ല, ഞാൻ എന്തായാലും യേശുവിനെ വേർപിരിഞ്ഞൊരു ജീവിതം ഇല്ല, ഇനി കൂടെ പോകാനും മരിക്കാനും ഞാൻ തയ്യാറാ. ഇങ്ങനെയൊക്കെ ഒരു ഉറപ്പും ഒരു ശക്തിയും ഒരു തീരുമാനവും ഒരു ബലവും ഒക്കെ ആയിട്ട് പോയ ഒരു കാലമുണ്ട്. 24 മണിക്കൂർ പോലും തികഞ്ഞില്ല. അതിനു മുമ്പ് അവൻ വളരെ തകർന്ന അവസ്ഥയിലേക്ക് അധപ്പതിക്കുകയാണ്. യേശുവിനെ 100% നിഷേധിക്കുന്ന ആ അവസ്ഥയിലേക്ക് അധപ്പതിക്കുകയാണ്. അത് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഹൃദയം നൊന്ത് കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ 2 കാലഘട്ടമുണ്ട്.
പത്രോസിന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു കാലഘട്ടം ഉറപ്പും ശക്തിയും, അങ്ങനെ കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്നൊരു കാലഘട്ടമുണ്ട്. എപ്പോഴും വാളുമൊക്കെ പിടിച്ച് കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി നടക്കുക, പട്ടാൾക്കാർ വന്ന് വെട്ടാൻ നോക്കുന്നു. അതുപോലെ ഞാൻ എന്തായാലും പിരിയില്ല, അങ്ങനെ ഒരു ഉറപ്പും ഒരു പ്രത്യേക ഒരു നീക്കത്തിൻ്റെ കാലമാണത്. യേശുവിനെ രക്ഷിക്കാൻ നടക്കുന്ന, ദൈവത്തെ രക്ഷിക്കാൻ നടക്കുന്ന, ദൈവത്തിന് വേണ്ടി എല്ലാം ചെയ്യാൻ നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ രക്ഷ എനിക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിയാത്തൊരു കാലഘട്ടം. എന്നാൽ കുറച്ച് കഴിയുമ്പം കാലങ്ങൾ നീങ്ങി പത്രോസിലേക്ക് ഒരു തിരിച്ചറിവ് യേശു കൊടുത്തു. എനിക്ക് യേശുവിൻ്റെ രക്ഷ ആവശ്യമുണ്ട്, ഞാൻ യേശുവിനെ രക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, എനിക്ക് യേശുവിന് രക്ഷ ആവശ്യമുണ്ട് എന്നൊരു തിരിച്ചറിവ് പത്രോസിലേക്ക് യേശു കൊടുത്തു. അദ്ദേഹം ഹൃദയം നൊന്ത് കരഞ്ഞു, യേശുവേ യേശുവേ. അദ്ദേഹം ഹൃദയം നൊന്ത് വേദനിച്ച് നീറിപ്പടഞ്ഞ് യേശുവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ നാമം വിളിച്ച് കരഞ്ഞിട്ടുണ്ടാകും. യേശുവിന് കൂടെ നടക്കുന്ന സമയത്തൊന്നും അങ്ങനെ കരച്ചിലില്ല. അപ്പം വിതരണം ചെയ്യുന്നു, അങ്ങോട്ട് ഓടുന്നു, കർത്താവേ കർത്താവേ നിനക്ക് കുരിശൊന്നും വേണ്ടെന്ന് യേശുവിനെ ഉപദേശിക്കുന്നു, യേശുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, യേശുവിന് അപ്പം വാങ്ങിക്കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു കാലമുണ്ട്. അത് കഴിഞ്ഞ് യേശു ആത്മാവ് രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് മറ്റൊരു കാലം അനുവദിച്ചു. യേശുവിൻ്റെ രക്ഷ എനിക്കാവശ്യമാണ്. പൊട്ടിക്കരഞ്ഞ് ഹൃദയം നൊന്ത് കരഞ്ഞ് യേശുവിനെ മുമ്പിൽ എളിമപ്പെടുന്ന, യേശുവിൻ്റെ നാമം വിളിക്കുന്ന ഒരനുഭവം. ഈ ഒരു അനുഭവം അല്ലേ പൗലോസ്ലീഹായും പറയണത്. പൗലോസ്ലീഹ ഒരു കാലത്ത് തീഷ്ണത കൊണ്ട് അങ്ങോട്ട് തീ പിടിച്ച് നടന്നൊരു കാലം. അതിനുശേഷം 1 തിമോത്തിയോസ് 1:15 പറയുകയാണ്, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കാനാണ് വന്നത് എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ എന്ന് പറഞ്ഞാണ് പൗലോസ്ലീഹ കരയണത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ ഒരു ഗോപുരം, നമ്മുടേതായ ഒരു പ്രസ്ഥാനം, നമ്മുടേതായ ഒരു ആശയം, നമ്മുടേതായ ഒരു തത്വശാസ്ത്രം വെച്ച്, നമ്മുടേതായ ഒരു കാഴ്ചപ്പാട് വെച്ച് അതിൽ യേശുവിനെ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് മാറി ഇറങ്ങി കർത്താവിൻ്റെ പദാനുപദം പോകാൻ എളിമപ്പെട്ട് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് നാമം വിളിച്ചപേക്ഷിച്ച് അനുഗമിക്കുന്ന ആ ഒരു ജീവിതത്തിലേക്ക് വേണ്ടി നമുക്ക് ഉണരാം. കർത്താവിന് മുമ്പിൽ ആരാധനയുടെ സമയത്ത് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി വളരെ എളിമയോടും അഗാധമായ അനുതാപത്തോടും കൂടെ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവഴി വിട്ട് മരുഭൂവിലലയുന്ന പാപം വെടിഞ്ഞിടുവിൻ. തിരുവഴി വിട്ട് മരുഭൂവിലലയുന്ന പാപം വെടിഞ്ഞിടുവിൻ. സ്വയമേ ചമയ്ക്കുന്ന ഗേഹം വെടിഞ്ഞ തിരുഗൃഹവാണിടുവിൻ. തിരുജീവൻ നേടിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തി ഈശോയിലേക്ക് നോക്കി എല്ലാ ദൈവമക്കളും യേശുവിനെ വിളിക്കുകയാണ്. യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുക. കരഞ്ഞു വിളിക്കുന്നു, രക്ഷയുടെ നാമത്തെ വിളിക്കുന്നു. യേശുവേ 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 യേശുവേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു.